എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, തിന്മയുടെ ശക്തമായ സൈന്യത്തിനെതിരെ കർത്താവിന്റെ മാലാഖമാർ നിങ്ങളെ സഹായിക്കും. എന്റെ വിമലമായ ഉടയാട ഭൂമി മുഴുവൻ ഞാൻ വിരിക്കും. ഉദ്ധിതനായ എന്റെ പുത്രൻ കൂടുതൽ മഹത്വീകരിക്കപ്പെടാനുള്ള സമയം ആഗതമായിരിക്കുന്നു. സ്നേഹമെന്ന സ്വർഗീയ നിയമം നിങ്ങൾ പാലിക്കുവിൻ. കൂദാശ ജീവിതവും അനുതാപവും വഴി തിരുസഭയോട് ചേർന്ന് നിൽക്കുവിൻ. മരിയൻ അപ്പരീഷൻസ്. മറിയം തിരുസഭയിലിതാ സജീവയായി വ്യാപരിക്കുന്നു. അവൾ കാൽവരിയിൽ നിന്നും തൻ്റെ പുത്രനിൽ നിന്നും ഏറ്റെടുത്ത രക്ഷാകര ദൗത്യത്തിൻ്റെ നിർവഹണം ഭംഗിയായി ചെയ്യുന്നു. തൻ്റെ അമ്മയെ സ്വന്തം അമ്മയായി സ്വീകരിക്കുന്ന മക്കളെയെല്ലാം പുത്രനിതാ സ്വർഗീയ അനുഗ്രഹങ്ങൾ കൊണ്ട് സമ്പന്നമാക്കുന്നു. കാരണം അമ്മയെ ബഹുമാനിക്കുന്നതിനെ സ്വർഗം ഏറ്റവും മഹത്തരമായി കാണുന്നു. തൻ്റെ അമ്മയുടെ കരങ്ങളിൽ തിരുസഭാ മക്കൾ സുരക്ഷിതരായി നിലകൊള്ളുമെന്ന് പുത്രൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ അമ്മയുടെ സാന്നിധ്യം തിരുസഭയിൽ പുത്രൻ നൽകിയിരിക്കുന്നു. അമ്മയില്ലാത്ത കുടുംബത്തിൽ നിന്ന് ഞാൻ അമ്മയുള്ള കുടുംബത്തിലേക്ക് തിരികെ എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കത്തോലിക്കാ സഭയിലേക്ക് മടങ്ങിവന്ന കാർഡിനൽ ന്യൂമാന്റെ വാക്കുകൾ ഈ സുന്ദര കാഴ്ചകളോടൊപ്പം മനസ്സിലാക്കുന്നത് ഏറെ മഹത്തരമാണ്. വാഴ്ത്തപ്പെട്ട അഡോൾഫ് കോൾപിംഗ് ഇപ്രകാരം പറയുന്നു: ദൈവം മനുഷ്യകുലത്തിന് നൽകിയത് ഒരു യുവതിയെയല്ല, ഒരു അമ്മയെയാണ്. അവൾ ദൈവമാതാവുമാണ്. അതുകൊണ്ടുതന്നെ വിശുദ്ധ ബെർണാഡ് കണ്ടെത്തിയിരിക്കുന്നു, ബൈബിൾ മുഴുവൻ മറിയത്തിനു വേണ്ടിയും മറിയത്തെക്കുറിച്ചും വിരചിതമായിരിക്കുന്നു എന്ന്. ജോൺ പോൾ രണ്ടാമൻ പാപ്പയിത നമ്മോട് പറയുന്നു, പരിശുദ്ധ അമ്മയില്ലാത്ത കരിസ്മാറ്റിക് പ്രസ്ഥാനങ്ങളൊന്നും കത്തോലിക്ക പ്രസ്ഥാനങ്ങളല്ല. അതുകൊണ്ട് തന്നെ എൻ്റെ സഭയുടെ ശുശ്രൂഷകളെല്ലാം ഞാൻ ആ അമ്മയ്ക്ക് മുൻപിൽ സമർപ്പിച്ചിരിക്കുന്നു. എഴുന്നൂറ്റി രണ്ടാം നിഖ്യാ കൗൺസിലിൽ തിരുസഭ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു, ദൈവത്തിന് ഏറ്റവും ഉന്നതമായ ആരാധന നാം നൽകുക, മറിയത്തിന് അതിശ്രേഷ്ഠമായ വണക്കം നൽകുക, വിശുദ്ധാത്മാക്കൾക്ക് വണക്കം മാത്രം നൽകുക. അതെ, നമ്മുടെ അമ്മ അതിശ്രേഷ്ഠ വണക്കത്തിന് ഏറ്റവും യോഗ്യയായ മാതാവാണ്. മറിയം വണങ്ങപ്പെടുന്ന തിരുസഭയെ കണ്ട് ഈ കാലഘട്ടത്തിൽ പിശാച് വിരളി പിടിച്ചിരിക്കുന്നു. ഒരു സാധാരണ മനുഷ്യ സ്ത്രീയായി നസ്രത്തിൽ ജീവിച്ച മറിയം സ്വർഗത്തിൽ രാജ്ഞിയായി വാഴുന്നതിനെ
അവന് സങ്കൽപ്പിക്കാൻ പോലും ആവുന്നില്ല. മനുഷ്യരെ വിശുദ്ധിയിലേക്ക് ചേർക്കാൻ ഇന്നും ഈ ലോകത്ത് സജീവിയായി വ്യാപരിക്കുന്ന അമ്മയെ അവൻ ഭയത്തോടെ കാണുന്നു. എഫേസൂസ് 6 അധ്യായം 11 മുതൽ പൗലോസ്ലീഹ നമ്മെ ഇപ്രകാരം ഓർമ്മിപ്പിക്കുന്നു: സാത്താന്റെ കുടിലതന്ത്രങ്ങളെ എതിർത്തു നിൽക്കുവാൻ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിനെന്ന്. പിശാചിന്റെ തലയെ തകർത്ത പുത്രന്റെ അമ്മയിതാ സംരക്ഷണത്തിന്റെയും പോരാട്ടത്തിന്റെയും ആയുധങ്ങൾ നൽകി നമ്മെ തിന്മയ്ക്കെതിരെ പടപൊരുതുവാൻ പരിശീലിപ്പിക്കുന്നു. വിശുദ്ധിയിൽ വളർന്ന് കൂദാശ ജീവിതം വഴി വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ട് പോരാടുവാൻ അമ്മ നമ്മെ ക്ഷണിക്കുന്നു. ദൈവസ്നേഹം കരകവിഞ്ഞൊഴുകുന്ന കൂദാശകളെ നിസാരമായി കാണുവാൻ ഈ കാലഘട്ടത്തിൽ പിശാച് മനുഷ്യരോട് പറയുന്നു. തിരുസഭയുടെ കൗദാശിക സൗന്ദര്യത്തെ വില കുറച്ചു കാണുവാനും അതിൻ്റെ മഹത്വം മറച്ചുവെക്കുവാനും അവൻ ആളുകളെ പ്രലോഭിപ്പിക്കുന്നു. കൗദാശിക സ്വീകരണങ്ങളെ ആഘോഷങ്ങളുടെ ബഹളമാക്കി അവൻ തന്ത്രപരമായി മാറ്റുന്നു. കൂദാശകളുടെ പരിപാവനതയും വിശുദ്ധ കുർബാനയുടെ മഹത്വവും ഈ ആഘോഷങ്ങളിൽ അവൻ മുക്കിക്കളയുന്നു. വിശുദ്ധ കുർബാന തന്നെ ഏറ്റവും വലിയ ആഘോഷമെന്നിരിക്കെ അത് മറച്ചുവെച്ച് അവൻ കൂദാശകളെ അവഹേളിക്കുന്നു. ഈ സങ്കടകരമായ അവസ്ഥയിൽ അമ്മ ഏറെ വേദനയാർന്ന് കരയുന്നു. തൻ്റെ പുത്രന്റെ സക്രാരികളിൽ നിന്നും അകന്നുകൊണ്ട് മറ്റു പലതിലും വ്യാപരിക്കുന്ന മക്കളെ ഓർത്ത് അമ്മ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അടയാളങ്ങളാകുന്ന കണ്ണുനീരൊഴുക്കി കരയുന്നു. ഇന്നും ആഘോഷങ്ങളുടെ ബഹളങ്ങൾക്കിടയിൽ സക്രാരികൾ വണങ്ങപ്പെടാതെയും ബലിപീഠത്തിലെ പുത്രൻ ആരാധിക്കപ്പെടാതെയും പോകുന്നതിൽ അമ്മ ഓരോ അൾത്താരകൾക്കരികിലുമിരുന്ന് സങ്കടപ്പെടുന്നു. മെഡ്ജുഗോറിയയിലെ അമ്മയുടെ സങ്കടകരമായ പങ്കുവയ്ക്കലുകൾ ഇന്നും ശ്രദ്ധയോടെ നാം ശ്രവിക്കേണ്ടതാണ്. എന്റെ കുഞ്ഞുമക്കളെ, ലോകമെങ്ങുമുള്ള അൾത്താരകളിൽ ദിവ്യകാരുണ്യമായി എന്റെ പുത്രൻ നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും ആ ദൈവപുത്രനോട് പങ്കുവെച്ചുകൊള്ളുക. അത് ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനാണെന്ന് നിങ്ങൾ വിശ്വസിക്കുക. കണ്ണുനീരോടെ അവന്റെ മുൻപിൽ വന്നവരാരും നിരാശരായി മടങ്ങിപ്പോകുന്നത് ഞാൻ ഇന്നോളം കണ്ടിട്ടില്ല. അതെ, തൻ്റെ പുത്രനിലേക്കും കൂദാശകളിലേക്കും നയിക്കുന്ന ഇടപെടലുകൾ മാത്രമേ അമ്മ ലോകമെങ്ങും നൽകുന്നുള്ളൂ. അമ്മയുടെ ഈ കാലഘട്ടത്തിലെ പ്രത്യക്ഷ സന്ദേശങ്ങളെ വളരെ തെറ്റായി പലയിടത്തും വ്യാഖ്യാനിക്കപ്പെടുന്നു. ലോകാവസാനം, യുദ്ധം, കൊടും ദുരന്തങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്ന ഭയമുള്ള ചിന്തകളാണ് ഇവയെന്ന് പല വിഘടിത സംഘങ്ങളും പ്രചരിപ്പിക്കുന്നു. പാപത്തിൽ നിബദിക്കുന്ന മനുഷ്യമക്കളെ ഓർത്ത് സങ്കടത്തോടെ പങ്കുവയ്ക്കുന്ന അമ്മയുടെ സന്ദേശങ്ങൾ ഒരിക്കലും ഇത്തരം ഭയാനക ശിക്ഷയെ കാണിക്കുന്നില്ല. മറിച്ച് അവ മുഴുവൻ അനുതാപവും തിരുസഭാ സ്നേഹവും കൂദാശ ജീവിതവും വഴി നാം
തൻ്റെ പുത്രൻ്റെ സവിധത്തിലേക്ക് ചേർന്നു നിൽക്കുക എന്ന ആഹ്വാനങ്ങളാണ്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മരിയൻ പ്രത്യക്ഷ ബസിലിക്കയാണ് ഫ്രാൻസിലെ ലൂർദിൽ സ്ഥിതി ചെയ്യുന്നത്. ഗ്രാമവാസിയായ ബെർണദീത്ത എന്ന പെൺകുട്ടിക്ക് ഈ അരുവിക്ക് സമീപത്തെ ചാപ്പലിന് സമീപം പാറയിടുക്കിൽ 1858 മുതൽ തുടർച്ചയായി അമ്മ നൽകിയ പ്രത്യക്ഷങ്ങളാണ് ലൂർദിൻ്റെ ചരിത്രത്തെ മാറ്റിമറിച്ചത്. 18 തവണയാണ് അമ്മ ബെർണദീത്തയ്ക്ക് പ്രത്യക്ഷമേകിയത്. പാപികൾക്കു വേണ്ടി പ്രാർത്ഥിക്കുക, പാപങ്ങൾക്ക് പ്രായശ്ചിത്തമനുഷ്ഠിക്കുക, ജപമാലകൾ ചൊല്ലുക എന്നീ ആവശ്യങ്ങളാണ് അമ്മ ഇവിടെ നൽകിയത്. വളരെയധികം കലുഷിതമായ കാലഘട്ടമായിരുന്നു ഫ്രാൻസിൽ ആ നാളുകളിൽ തിരുസഭ അനുഭവിച്ചുകൊണ്ടിരുന്നത്. വിശ്വാസികൾ കൂദാശ ജീവിതം നിസ്സാരമായി കണ്ടുകൊണ്ട് പാപത്തിൽ ജീവിക്കുന്ന കാലഘട്ടം. മരിയഭക്തി ഉണ്ടെങ്കിലും അത് പ്രചരിപ്പിക്കുവാൻ ആരും തന്നെ മുതിരാത്ത അവസ്ഥ. ഞായറാഴ്ച ആചരണവും ദിവ്യബലിയും വെറുമൊരു ചടങ്ങു മാത്രമായി ആചരിക്കുന്ന ദുഃഖപൂർണമായ കാലഘട്ടം. ഫ്രാൻസിലെ തിരുസഭ ഇതിനാൽ തന്നെ വെറുമൊരു നിർജീവാവസ്ഥയിൽ ആയിത്തീർന്നു. ഈ കലുഷിത കാലഘട്ടത്തിൽ നിന്നും ഫ്രാൻസിനെയും യൂറോപ്പിനെയും മോചിപ്പിക്കുവാൻ നമ്മുടെ അമ്മ ഇടപെട്ട ഒരു സ്വർഗീയ സന്ദർശനമായിരുന്നു ലൂർദിൽ നടന്നത്. പ്രത്യക്ഷ സമയം കൈകളിൽ ജപമാലയും പിടിച്ച് വളരെ ദിവ്യത്വത്തോടെയായിരുന്നു അമ്മ നിന്നിരുന്നത്. ജപമാല പ്രാർത്ഥനയുടെ മഹത്വം പ്രഘോഷിച്ച ഒരു ഇടപെടലായിട്ടാണ് ചരിത്രത്താളുകൾ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. പ്രത്യക്ഷ സമയത്ത് ഇത് മാതാവാണെന്ന് മനസ്സിലാകാതിരുന്ന ബെർണദീത്തയോട് ഞാൻ അമലോത്ഭവയായ സ്വർഗീയ മാതാവാണെന്ന് അമ്മ പറഞ്ഞത് അമ്മയുടെ സ്വർഗീയ സ്ഥാനത്തിൻ്റെ മഹത്വം പ്രഘോഷിക്കുന്നതായിരുന്നു. അമ്മ നൽകിയ സ്വർഗീയ ഉറവയിൽ നിന്നും പിന്നീട് ഒരു സായന്തനത്തിൽ ഇതിലെ വന്ന അന്ധനായ ലൂയി ബൂറിയറ്റിന് രാത്രിയിൽ പെട്ടെന്ന് കാഴ്ച ലഭിച്ചതാണ് ആ നാടിനെ ഒന്നാകെ ഇവിടേക്ക് ഓടിയെത്തുവാൻ പ്രേരിപ്പിച്ചത്. ലൂർദിലെ വികാരിയെ ഇവിടെ ഒരു ദേവാലയം പണിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് അറിയിക്കണമെന്നും അനേകം രോഗികൾ ഇവിടെ വന്ന് സുഖം പ്രാപിക്കേണ്ടതുണ്ട് എന്നും അമ്മ പ്രത്യക്ഷ സമയം ബെർണദീത്തയോട് പറഞ്ഞു. ലൂർദിലേക്ക് വന്ന ജനങ്ങൾ നിരവധി അനുഗ്രഹങ്ങളാൽ നിറഞ്ഞു. ഇത് ഈ പ്രദേശത്തിൻ്റെ പ്രശസ്തി ലോകരാഷ്ട്രങ്ങളിലേക്ക് മുഴുവൻ വ്യാപിപ്പിച്ചു. ആളുകൾ പ്രവഹിച്ചു തുടങ്ങിയതിനാൽ ബെർണദീത്തയ്ക്കും കുടുംബത്തിനും ലൂർദിലെ ജീവിതം ദുസ്സഹമായി തീർന്നു. അവർ ബെർണദീത്തയെ ഒരു കന്യാസ്ത്രീ മഠത്തിൻ്റെ ബോർഡിങ്ങിലാക്കുകയും സമീപത്തെ ഒരു ഗ്രാമത്തിലേക്ക് പോവുകയും ചെയ്തു. കോൺവെന്റിൽ പ്രാർത്ഥനാപൂർവം ജീവിച്ച ബെർണദീത്ത പിന്നീട് സന്യാസം സ്വീകരിക്കുകയും അതീവ മരിയഭക്തയായി ജീവിക്കുകയും ചെയ്തു.
1879 ഏപ്രിൽ 16 അവൾ നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു. കോൺവെന്റിനടുത്ത് യൗസേപ്പിതാവിന്റെ നാമത്തിലുള്ള കപ്പേളയിൽ ഈ പുണ്യദേഹം സംസ്കരിക്കപ്പെട്ടു. അസാധാരണ മഹത്വവും അസാമാന്യ വിശുദ്ധിയുമുള്ള ഒരാൾ മരണമടഞ്ഞ പ്രതീതി എങ്ങും നിറഞ്ഞു. വിശ്വാസത്തിന്റെ ധീരയായ പുണ്യവതിയായും പിന്നീട് വിശുദ്ധയായും തിരുസഭ അവളെ കിരീടമണിയിച്ചു. പ്രത്യക്ഷ സമയത്ത് ഞാൻ അമലോത്ഭവയാകുന്നു എന്ന് ഫ്രഞ്ച് ഭാഷയിൽ പറഞ്ഞ അമ്മയുടെ സ്വരം അവൾക്ക് മനസ്സിലാവുന്ന വാക്കായിരുന്നില്ല. എന്നിട്ടും ദിവസവും രാവിലെ അത് ഉരുവിട്ടുകൊണ്ട് ദേവാലയത്തിലേക്ക് ഓടുന്ന ബെർണദീത്ത നമ്മോട് ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു. അർത്ഥം മുഴുവൻ അറിഞ്ഞിട്ടേ സ്വർഗീയ ദർശനങ്ങൾ വിശ്വസിക്കൂ എന്ന് നാം ശഠിക്കരുത്. ആദ്യം വിശ്വസിക്കുക, അപ്പോൾ എല്ലാം മനസ്സിലാകും. അതാണ് സ്വർഗീയ കൃപയുടെ മഹത്വം. സ്വർഗത്തിലെ കന്യക ലൂർദിലെ ഈ കന്യകയ്ക്ക് പ്രത്യക്ഷപ്പെട്ടത് യൂറോപ്പിനെയാകെ വിശ്വാസത്തിന്റെ പുതിയ തീച്ചൂളയിലേക്ക് ആനയിക്കാനായിരുന്നു. അനേകം ജനകോടികൾ ഈ പുണ്യസ്ഥലത്തെത്തി ഈ സക്രാരിയെ കുമ്പിട്ടാരാധിക്കുകയും അമ്മയുടെ തിരുരൂപം വണങ്ങുകയും ചെയ്യുന്നു. 1854 9-ാം പിയൂസ് മാർപ്പാപ്പ ഈ പ്രത്യക്ഷത്തെ ആഴത്തിൽ പഠിച്ച് തിരുസഭയ്ക്കു വേണ്ടി നമ്മുടെ അമ്മ അമലോത്ഭവയാണെന്ന വിശ്വാസ സത്യം പ്രഖ്യാപിച്ചു. എല്ലാ വർഷവും ഫെബ്രുവരി 11 ലൂർദിലെ ഈ മാതാവിന്റെ തിരുനാൾ ആചരിക്കുവാനും സഭ അനുവാദം നൽകി. രോഗികൾ നിരനിരയായി നിലത്ത് കിടന്ന് ആവേ മരിയ ഏറ്റുചൊല്ലുന്നതും വീൽചെയറുകളിലെ വികലാംഗർക്ക് സിസ്റ്റേഴ്സ് പ്രാർത്ഥന ചൊല്ലിക്കൊടുക്കുന്നതും ദിവ്യകാരുണ്യ പ്രദക്ഷിണ സമയത്ത് 10,000ങ്ങളുടെ കണ്ഠങ്ങളിൽ നിന്ന് ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണമേ എന്ന ദീനസ്വരം മാറ്റൊലി കൊള്ളുന്നതും അനേകം രോഗികൾ സുഖം പ്രാപിക്കുന്നതും അശരണരും വിശ്വാസക്ഷയം സംഭവിച്ചവരും മനഃശാന്തിയിലും ഉറച്ച വിശ്വാസത്തിലും തിരികെ പോകുന്നതും ലൂർദിൽ ഒരു നിത്യസംഭവമാണ്. ലൂർദിലെ അത്ഭുത ഉറവയിലെ ജലം രോഗശാന്തി നൽകിക്കൊണ്ടിരിക്കുന്നു. സന്ധ്യാസമയത്ത് 10,000 പങ്കെടുക്കുന്ന ജപമാല പ്രദക്ഷിണത്തിൽ കത്തിച്ച തിരികൾ ഉയർത്തിക്കൊണ്ട് ഈണത്തിൽ ആവേ മരിയ പാടി തിരികൾ ആകാശത്തിലേക്കുയർത്തി പരിശുദ്ധ അമ്മയെ സ്തുതിക്കുന്നതിൻ്റെ മാറ്റൊലിയാൽ ദിക്കുകൾ മുഖരിതമാണ്. ലൂർദ് മലയുടെ അടിവാരത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന കുരിശിന്റെ വഴിയിലൂടെ ധ്യാനനിരതരായി പ്രാർത്ഥിക്കുവാനും തീർത്ഥാടകർ മറക്കാറില്ല. ലൂർദ് ആഗോള സഭയിലെ ഒന്നാമത്തെ മരിയൻ തീർത്ഥാടന കേന്ദ്രമാണ്. ഏറ്റവും കൂടുതൽ മരിയ ഭക്തർ ഓടിയെത്തുന്ന മരിയൻ കേന്ദ്രവുമാണ്. ഓരോ സക്രാരിയും നമ്മെ വിളിക്കുന്നത് വിശുദ്ധിയുടെ സുഗന്ധത്തിലേക്കാണ്. തിരുസഭയിൽ അപ്പത്തിൻ്റെ രൂപത്തിൽ വാഴുന്ന പുത്രന്റെ രൂപം തിരുസഭയെ അതിനാൽ തന്നെ യുഗാന്ത്യം വരെ കൗദാശികമായി നിലനിർത്തുന്നു. കൂദാശകളിലേക്ക് ആനയിക്കുന്ന മാതാവായിട്ടാണ് അമ്മ ഈ കാലഘട്ടങ്ങളിൽ വിവിധ ഇടപെടലുകളിലൂടെ സംസാരിക്കുന്നത്.
തിരുസഭയെ തകർക്കാൻ ഒരുമ്പെടുന്ന തിന്മയുടെ ശക്തിയെ അവൾ തൻ്റെ സാന്നിധ്യം കൊണ്ട് കീഴടക്കുന്നു. പശ്ചാത്തപിക്കുവിൻ, വിശുദ്ധിയിൽ വളരുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ നമ്മെ മാടി വിളിക്കുന്നു. പാപത്തിൻ്റെ നിഴലുകൾ എങ്ങും ദൃശ്യമാകുന്നു. ദൈവസ്നേഹം പുലരുന്ന ഇടങ്ങളെയെല്ലാം അവൻ ഉന്നം വയ്ക്കുന്നു. യേശുവിനെ പ്രഘോഷിക്കുന്ന ജീവിതങ്ങളെ അവൻ തക്കം പാർത്ത് ആക്രമിക്കുന്നു. ദുഃഖാർത്ഥമായ സന്ദർഭങ്ങളിൽ ദൈവം കൈവിട്ടു എന്ന് ചെവിയിൽ അവൻ മന്ത്രിക്കുന്നു. പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, ദൈവം കരുണയില്ലാത്തവനാണ് എന്ന് അവൻ പ്രഘോഷിക്കുന്നു. വിശ്വാസികളെ പതുക്കെ പതുക്കെ അവൻ പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്നും പിന്നോട്ടു വലിക്കുന്നു. നിരാശയെന്ന വലിയ പീഡ നൽകി അവൻ ആക്രമിക്കുന്നു. കുടുംബങ്ങളിലെ സ്നേഹബന്ധങ്ങൾ തകർത്ത് അവൻ കുടുംബ പ്രാർത്ഥന ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. ചെറിയ പാപങ്ങളൊന്നും സാരമില്ല എന്ന് മന്ത്രിച്ച് വലിയ പാപങ്ങളിലേക്ക് തള്ളിയിടുന്നു. പതുക്കെ പതുക്കെ കൂദാശകളിൽ നിന്നും ബലിപീഠത്തിൽ നിന്നും ആളുകളെ അകറ്റുന്നു. ഇനിയുള്ള ലോകം ഏറെ സങ്കീർണമാകുന്നു. നന്മയിൽ വളരാനായി ഏറെ പ്രയാസമേറുന്നു. അതിനായി വിശുദ്ധി എന്ന സ്വർഗീയ കൃപയെ ശരണപ്പെടുവാൻ അമ്മ നമ്മെ ക്ഷണിക്കുന്നു. അങ്ങനെ സ്വർഗത്തിൽ അമ്മയുടെ ചാരെ നമ്മളിരിക്കുവാൻ അമ്മ കൊതിക്കുന്നു. ദൈവത്തിൻ്റെ കൽപ്പനകൾ മക്കളെ മറന്നിടല്ലേ, മാനസാന്തരപ്പെടുവിൻ, മാതാവിന്നും ചൊല്ലിടുന്നു. ലോകം മുഴുവൻ നിറഞ്ഞു പാപത്തിൻ്റെ ബന്ധനങ്ങൾ, പാപമാകും കൂരിരുളിൽ മക്കളിന്നും ജീവിക്കുന്നു. സ്നേഹത്തിൻ്റെ കൂട്ടായ്മയാം സത്കുടുംബ ബന്ധങ്ങളെ ചിന്ന ഭിന്നമാക്കിയിടുവാൻ ദുഷ്ടാരൂപി വന്നിടുന്നു. മുട്ടുകുത്തി കൈകൾ കൂപ്പി കൊണ്ട് നിങ്ങൾ ചൊല്ലിടുവിൻ, ഈ കുടുംബ പ്രാർത്ഥനയിൽ
നിത്യസഹായമാതാവേ, ആശ്രിതർക്കാശ്വാസമേകണമേ. ജീവിത വീഥിയിൽ അന്തരാം ഞങ്ങൾക്ക് കരുണ തൻ പൊൻകതിർ ചൊരിയണമേ. നിത്യസഹായമാതാവേ, ആശ്രിതർക്കാശ്വാസമേ